നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ വിഭജനമുണ്ടാക്കുന്ന പ്രസ്താവനകളാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ആദ്യഘട്ടത്തിൽ തന്നെ LDF മുന്നേറ്റം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ നീക്കമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. താൻ മലപ്പുറം ജില്ലക്കാരനാണ്, ആരെങ്കിലും സ്വയം വിമർശിക്കുമോ എന്നും വിജയരാഘവൻ ചോദിച്ചു. ഏറ്റവും കൂടുതൽ മലപ്പുറം വിരുദ്ധ പരാമർശം നടത്തിയത് വിജയരാഘവൻ എന്ന VD സതീഷിന്റെ പ്രതികരണത്തിലാണ് മറുപടി. പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകളെ നേരിട്ട് വന്ന് സാധാരണഗതിയിൽ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആ അളവിലുള്ള ഒരു ഗൗരവബുദ്ധി കുറഞ്ഞ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ ചിന്ത. എന്തൊരു ആപത്കരമായ സമീപനമാണ് UDF ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ UDF പ്രതീക്ഷിച്ച രൂപത്തിലല്ല തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം പിന്നിട്ടപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇടതുപക്ഷത്തിന് നല്ല ആത്മവിശ്വാസം, നല്ല മുന്നേറ്റം, ഇടതുപക്ഷത്തിന് പൊതുവെ വിജയ സാധ്യത. UDFനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായി കാര്യങ്ങൾ നീങ്ങുക. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെടുത്തി UDFനകത്തുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് അസംതൃപ്തരുടെ ഒരു കേന്ദ്രമാണ് UDF. അത് നിലമ്പൂരിലായാലും കേരളത്തിലായാലും അത് തന്നെയാണ് സ്ഥിതി. സൈഫുദ്ദീൻ ചേരുന്നുണ്ട്. സൈഫ്, വിവാദമായ പല പരാമർശങ്ങൾ, ആക്രമണവും പ്രതിരോധവും ഒക്കെ തീർത്ത് എങ്ങനെയാണ് മുന്നണികൾ ഇതിനെ നേരിടുന്നത്? ധന്യ, ഇതിന് രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനം CPM എടുത്തിട്ടുണ്ട്. അത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയാക്കി നിർത്താനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. CPMന്റെ സംസ്ഥാന നേതാക്കൾ എല്ലാം തന്നെ ഇന്നത്തെ പ്രചരണ വേദികളിലെല്ലാം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം തന്നെയാണ്. സ്ഥാനാർത്ഥി M. സ്വരാജ് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ പര്യടന വേദിയിലും ആദ്യം പറയുന്ന വിഷയം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. KC വേണുഗോപാലിന്റെ ആ പരാമർശം കൂടി അതിനകത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ തന്ത്രം CPM മെനഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട നേതൃത്വം വഹിക്കുന്ന A. വിജയരാഘവൻ അടക്കമുള്ളവർ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നാളെ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ഒരു സജീവ രാഷ്ട്രീയ ചർച്ചയാക്കി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദം കത്തിച്ചു നിർത്താൻ തന്നെയാണ് ഇടതുമുന്നണി നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കുറച്ച് സാധാരണക്കാരെ ബാധിക്കുന്നതിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറയാനാണ് CPMന്റെ നേതൃത്വം ഇടതുമുന്നണി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ എല്ലാ നേതാക്കളും വരും ദിവസങ്ങളിൽ ഈ വിഷയമായി